ടിവിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ശാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. തിന്മയുടെ ശക്തികൾ എപ്പോഴും നന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആത്മീയ സമരായുധങ്ങൾ ഉപയോഗിച്ച് വേണം നാം ഈ തിന്മയുടെ ശക്തികളെ നേരിടുവാൻ. ഈശോയുടെ ജീവിതത്തിലും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരുഭൂമിയിലെ പരീക്ഷണം ഇതിനൊരു ഉദാഹരണമാണല്ലോ. ഈശോ അവയൊക്കെ നേരിട്ടത് പ്രാർത്ഥനയും ഉപവാസവും വഴിയാണ്. ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനായി ജോസച്ചിന്റെയും കടുകുമണി കൂട്ടുകാരുടെയും അടുക്കിലേക്ക് നമുക്ക് പോകാം. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള തിന്മകൾ, തിന്മയുടെ ശക്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്നതാണ് നമ്മളിപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. അനേകം തിന്മകളാണ് ഇന്ന് ഈ ലോകത്തിൽ ചുറ്റി നടക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും കീഴടക്കുവാൻ വേണ്ടി. ആ തിന്മകൾക്കെതിരെയുള്ള ശക്തിയുടേതായ പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. 1 സാമുവേൽ 17-ാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു കഥയുണ്ട്. ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, മനോഹരമായി വായിച്ച് അനുഭവിച്ചിട്ടുള്ളൊരു കഥയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് ഈ കഥ ക്രിസ്തീയ ജീവിതത്തിൽ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ കഥയെ പലപ്പോഴും നമ്മൾ ഉപമിക്കുന്നത്. ഒരു സൈഡിൽ ഗോലിയാത്ത്, ഒരു സൈഡിൽ ദാവീദ്. ഓക്കെ, ഈ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയ കടുകുമണി കൂട്ടുകാരെ, നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചലഞ്ച്. ഈ 1 സാമുവേൽ 17-ാമത്തെ അധ്യായത്തിൽ ഈ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും തമ്മിലുള്ള ഡയലോഗുകൾ, സംഭാഷണം നിങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർ ആസ്വദിക്കട്ടെ. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ഗോലിയാത്ത് തിന്മയുടെ പ്രതീകമായിട്ടും ദാവീദ് ക്രിസ്തീയ ശക്തി, തിന്മയ്ക്കെതിരെയുള്ള ശക്തിയായിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്ന് ഞാൻ കാണിക്കാം. നമുക്ക് പഠിക്കാം. റെഡിയാണോ? ആരാണ് ഗോലിയാത്തിനെ പ്രതിനിധീകരിക്കുന്നത്? നിങ്ങളാണ്. ഗോലിയാത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോലിയാത്തിൻ്റെതായ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നു. നിങ്ങൾ ആർ യു റെഡി? യെസ്. എന്നാൽ നമുക്ക് കാണാം. എന്റെ നേരെ വടിയുമായി വരാൻ ഞാനെന്താ പട്ടിയോ? ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്റെ മുമ്പിൽ വെറും ഒരു കീടം മാത്രം. വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വന്നു. എന്നാൽ ഞാനാകട്ടെ നീ നിശ്ചയ ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ്. എങ്കിൽ കാണട്ടെ നിന്റെ ദൈവത്തിന്റെ ശക്തി. കർത്താവ് ഇന്ന് നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്തീനയുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. അങ്ങനെ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അവരറിയും. വാളും കുന്തവുമില്ലാത്ത ഈ പീറ ചക്കനോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. മനോഹരമായിട്ട് തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. എത്ര മനോഹരമാണ്, ചിന്തിച്ചു നോക്കിയേ. ഗോലിയാത്ത് എന്താണ് ചെയ്യുന്നത്? തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ചുകൊണ്ട് എല്ലാം നശിപ്പിക്കുന്നു പറയുകയാണ്. കാരണം ഇഷ്ടംപോലെ കഴിവുണ്ട്, ആകാര ഭംഗിയുണ്ട്, ധൈര്യമുണ്ട്, അല്ലേ? ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ശക്തി എന്ന് ഞാൻ പറയുന്നത്. ഈ ലോകത്തിലേക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ശക്തികളാണ് ഈ ലോകത്തിലുള്ളത്. പക്ഷേ നമുക്കറിയാം, ദാവീദ് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ശാന്തനായി ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് ഈ ശക്തിക്കെതിരെ പോരാടുകയാണ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞ ഓരോ വചനവും എടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര കൃത്യമായിട്ടാണ് ദൈവത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, ദൈവനാമം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിട്ട് ദാവീദ് കാണുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെ ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തിൻ്റെ നാമം എടുത്തുകൊണ്ട് നമ്മൾ പോരാടുകയാണ്. അതാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പഠിച്ചതാണ്. നമ്മളൊരു യാത്രയിലാണ്. എങ്ങോട്ടാണ്? സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയിലാണ്.
ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തോടൊത്തായിരുന്നു കൊണ്ട്, നമ്മുടെ സമൂഹത്തോടൊത്തായിരുന്നു കൊണ്ട്, ഈ ലോകത്തിലായിരുന്നു കൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. ആ യാത്രയിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ വരും, ഇതുപോലുള്ള പ്രലോഭനങ്ങൾ വരും, ലോകത്തിൻ്റെതായിട്ടുള്ള ദുശക്തികൾ ഉണ്ട്. അവിടെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, 2 തലത്തിലുള്ള സമരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതുപോലുള്ള ദുർശക്തികൾക്കെതിരെ, വിശ്വാസത്തിനെതിരായി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനെതിരായി, ഈ ലോകത്തിലുള്ള ശക്തികൾക്കെതിരെ 2 തലത്തിലുള്ള യുദ്ധങ്ങളാണ്, സമരങ്ങളാണ് നമ്മൾ നയിക്കുന്നത്. ഒന്ന് ആധ്യാത്മിക സമരം. ആന്തരികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ നമ്മൾ നടത്തുന്ന യുദ്ധം. നമ്മുടെ ആന്തരങ്ങളിൽ, ആധ്യാത്മിക ജീവിതത്തിൽ വളർന്നു വരുന്ന ഇതുപോലുള്ള ദുഷ്ശക്തികൾ, പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോകുന്നത്, പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു പോകുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നത്, ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇതുപോലുള്ള വിശ്വാസവിരുദ്ധ സത്യങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാൻ വീണു പോകുന്നതായ അവസ്ഥകൾ, ഇതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ ആ ശക്തികൾക്കെതിരെ നമ്മൾ പോരാടുന്നതാണ് ഒന്നാമത്തെ തലം. ആധ്യാത്മിക ശക്തികൾ, ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വരുന്ന വീഴ്ചകൾക്കെതിരെയുള്ള പോരാട്ടം, അതാണ് ഒന്നാമത്തെ തലം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വേണ്ടത് ദൈവവചനം വായിക്കണം. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയും എങ്ങനെയാണ് ഈ ശക്തികൾക്കെതിരെ നമ്മൾ പോരാടേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പറയാം. ഈ ആധ്യാത്മിക ജീവിതത്തിലെ ദുർശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഒന്നാമത്തെ തലം. രണ്ടാമത്തേതാണ് ഭൗതിക ജീവിതത്തിലുണ്ടാകുന്ന തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം. നമുക്കറിയാം, ഈ ലോകത്തിൽ നിന്ന് അനേകം പ്രലോഭനങ്ങളാണ് നമ്മുടെ ചുറ്റും പറന്നു നടക്കുന്നത്. ഭൗതികമായ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇഷ്ടം പോലെ ദുർശക്തികളുണ്ട്. ഓരോന്നോരോന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദുരാഗ്രഹമുണ്ട്, ധൂർത്തുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെയാണ് ബാഹ്യമായ ജീവിതത്തിൽ. ഇതൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിലേക്ക്, ചിലപ്പോൾ ചില വ്യക്തികളിലേക്ക് നമുക്ക് അമിതമായ ആഗ്രഹം വരുമ്പോഴത്തേക്കും നമ്മുടെ സർവ്വശക്തനായ ദൈവത്തെ നമ്മൾ കുറേശ്ശെ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ പോലെ തന്നെ ഭൗതിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വെല്ലുവിളികൾ, അല്പസുഖത്തിന് വേണ്ടി ദൈവത്തെ മറന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ, ശരീരത്തിൻ്റെതായ സുഖങ്ങൾ അനുഭവിക്കാൻ ചിന്തിക്കുമ്പോൾ, ഇതാണ് ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ. അവിടെയും നമ്മൾ ഈ പോരാട്ടമാണ് നടത്തുന്നത്. 2 തലത്തിലുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്, ആധ്യാത്മിക ജീവിതത്തിൽ, അതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിൽ. ഈ 2 ജീവിതത്തിലും, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഇതുപോലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ബാഹ്യശക്തികൾ, ദുർശക്തികൾ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ തളർത്തുവാൻ വേണ്ടി ഈ 2 തലത്തിലും നമ്മൾ യുദ്ധം തുടരുകയാണ്. തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ പഠിച്ചു. ഗോലിയാത്തിൻ്റെ ജീവിതത്തിലൂടെ, ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമ്മളത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഈ സമരം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് അജയ് നമുക്ക് വേണ്ടി വായിക്കും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഓക്കെ, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന തിന്മകൾ, പ്രലോഭനങ്ങൾ, അതിനെ കീഴടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം. മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് താരിക്കണം, ആവശ്യമുള്ളവനെ കാണുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ സഹായിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ. ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രലോഭനങ്ങളെ, തിന്മകളെ അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുവഴിയായി നമ്മിൽ സ്നേഹമുണ്ടാകും, ക്ഷമയുടേതായ ഗുണങ്ങൾ നമ്മളുണ്ടാവുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും, മറ്റുള്ളവരോട് ആയിരിക്കുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കുകയാണ്. അതുവഴിയായിട്ട് തിന്മയെ അതിജീവിക്കാൻ സാധിക്കും. തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പൗലോസ്ലീഹ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പോരാട്ടം നടത്തേണ്ടതെന്ന്, ഏതൊക്കെ ആയുധങ്ങളാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന്. പൗലോസ്ലീഹ എഫെസൂസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കായി ഇതാ ഞാൻ ഒരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾ ആലോചിക്കുക, പൗലോസ്ലീഹയുടെ എഫെസൂസ്യർക്കുള്ള ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വാചകങ്ങളിൽ എങ്ങനെയാണ് ഈ ആധ്യാത്മിക സമരം, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്നിച്ചു വരിക, അതിനുശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മനോഹരമായി ഈ പോരാട്ടം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഒന്ന് അവതരിപ്പിക്കുക. തയ്യാറാണോ? അതെ. കം ഓൺ ടുഗദർ.
സത്യം കൊണ്ട് അരമുറുക്കി. നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. യെസ്, സത്യം കൊണ്ട് അരമുറുക്കി, സമാധാനത്തിൻ്റെ പാദരക്ഷകൾ, വചനമാകുന്ന വാള്, നീതിയുടെ കവചം, വിശ്വാസമാകുന്ന പരിച, രക്ഷയാകുന്ന പടത്തൊപ്പി. ഇതാണ് നമ്മുടെ തിന്മയ്ക്കെതിരുള്ള പോരാട്ടത്തിൽ പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന ആയുധങ്ങൾ. കൊള്ളാം. മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? സബാഷ്, ഗുഡ്. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഇതാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന ആയുധങ്ങൾ. വചനമുണ്ട്, നീതിയുടേതായ കവചമുണ്ട്. അനുദിന ജീവിതത്തിൽ നമ്മൾ നീതിയുള്ളവരായി വർത്തിക്കണം. തീർച്ചയായിട്ടും അത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. രക്ഷ, ദൈവം നമുക്ക് നൽകിയ രക്ഷയുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ വലിയൊരു പ്രതീക്ഷയുണ്ട്. തൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് നൽകിയ വലിയൊരു പ്രതീക്ഷയുണ്ട്, രക്ഷയുടേതായ പ്രതീക്ഷ. ആ രക്ഷയായിരിക്കണം നമ്മൾ നമ്മുടെ ഭൗതികമായി, ബുദ്ധിക്കധികമായി, നമുക്കറിയാം, നമ്മൾ പടത്തൊപ്പിയാണ് പറഞ്ഞത്, നമ്മുടെ ബുദ്ധി, തലച്ചോറ്, അവിടെ നമ്മളത് രക്ഷയായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബുദ്ധിയിലേക്ക് എന്ന് നമ്മുടെ ചിന്ത പോകുന്നോ അന്ന് നമ്മൾ വിശ്വാസത്തിൽ കുറഞ്ഞു വരും. അവിടെയല്ല, അവിടെ ഈ രക്ഷയാണ് നമുക്ക് ബുദ്ധിക്ക് മുകളിൽ, ബുദ്ധിക്ക് അതീതമായിട്ട് നിൽക്കേണ്ടത്. വചനമായിരിക്കണം എപ്പോഴും നമ്മുടെ കയ്യിൽ തിന്മകൾക്കെതിരെ ശക്തിയായിട്ട്. കാരണം നമുക്ക് വചനം ഇത്രമാത്രം ശക്തിയുള്ളതാണ്. വരും ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. വീണ്ടും ഈ തിന്മയ്ക്കെതിരെയുള്ള ശക്തിയായിട്ട് എങ്ങനെയാണ് വചനത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നീതി നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. സമാധാനത്തിൻ്റെ പാദരക്ഷകൾ നമ്മൾ ചെല്ലുന്നിടം സമാധാനവുമായിട്ട് ചെല്ലുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഒരു തിന്മയ്ക്കും നമ്മളെ ആക്രമിക്കാൻ സാധിക്കില്ല. സമാധാനമായിട്ട് ഇരുന്നെങ്കിൽ. അതല്ല, പല വിചാരത്തോടു കൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അസമാധാനമായിട്ട് കടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ തിന്മയിലേക്കാണ് പോകുന്നത്. സമാധാനമായിരിക്കണം. നമ്മുടെ സാന്നിധ്യം എപ്പോഴും സമാധാനമായിരിക്കണം. അതോടൊപ്പം തന്നെ പരിച, വിശ്വാസം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിച. എന്ത് വന്നാലും, ഏത് തിന്മകൾ വന്നാലും പരിച നമുക്കറിയാലോ എന്തിനു വേണ്ടിയാണ്? തടുക്കുവാൻ വേണ്ടി, ആക്രമണത്തെ തടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ പരിച, വിശ്വാസമാകുന്ന പരിച നമ്മൾ കയ്യിലെടുക്കണം. ഇതാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന മനോഹരമായ ആയുധങ്ങൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കറിയാം, ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് യേശുനാഥൻ്റെ മാതൃകയാണ്, അല്ലേ? യേശുനാഥൻ്റെ മാതൃകയാണ് ഏറ്റവും നല്ല മാതൃക. ഈ പൗലോസ്ലീഹ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അന്വന്തിയെ വായിച്ച് പറഞ്ഞേ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവേൻ. അവസാനമായി അവിടുത്തെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് യേശുനാഥൻ തന്നെയാണ് ഈ യുദ്ധത്തിൽ, ഈ തിന്മകൾക്കെതിരെ പോരാട്ടത്തിൽ ഏറ്റവും നല്ല മാതൃക. നമുക്കറിയാം, യേശുനാഥൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലേ. അവിടെയുണ്ടായ തിന്മകൾക്കെതിരെ യേശുനാഥൻ എങ്ങനെയാണ് തിരുവചനം കൊണ്ട് അതിജീവിച്ചത് നമ്മൾ കണ്ടതാണ് മനോഹരമായിട്ട്. യേശുനാഥൻ തന്നെയാണ്, അതാണ് അവൻ്റെ കർത്താവിൻ്റെ പ്രഭാവത്തിലും ശക്തിയിലും നമ്മൾ കരുത്തുള്ളവരായിരിക്കാൻ പറഞ്ഞത്. ആ കർത്താവ്, ആ യേശുനാഥൻ നമുക്ക് നൽകിയ മനോഹരമായ മാതൃക, അത് നമുക്ക് അനുകരിക്കാം. ഇനി ഈ ശക്തികളെ, ഈ തിന്മയുടെ ശക്തികളെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ഇമ്മാനുവൽ ബൈബിൾ വചനമായിട്ടിരിക്കുകയാണ്. ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുകയും. കണ്ടോ എത്ര മനോഹരമായിട്ട് വന്നത്. ഈ ലോകത്തിൽ മുഴുവനുമുണ്ട്, നമ്മൾ ജാഗ്രതയോടെ വർത്തിക്കണമെന്നാണ് പത്രോസ് പറയുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ജാഗ്രതയോടെ ഇരിക്കുക. തിന്മകൾക്കെതിരെയുള്ള ശക്തി, ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും തിന്മകളുണ്ട്. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കി ആ തിന്മയ്ക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥനയിൽ ശക്തി ആർജിക്കുക എന്നുള്ളതാണ്. യേശുനാഥൻ തന്നെയാണ് ഇവിടെയും വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന നല്ല മാതൃക. യേശുനാഥൻ നമുക്കറിയാം, താൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വൈകുന്നേരം വരെയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ, പരസ്യ ജീവിതത്തിന് ശേഷം ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നൽകി
തന്നെ അയച്ച പിതാവിനെ സാക്ഷി നൽകി ആ പിതാവിനെ മറ്റുള്ളവർക്ക് അറിയിച്ചതിന് ശേഷം രാത്രിയിലും ഉച്ചസമയത്തും കിടക്കുന്നതിന് മുമ്പും പാതിരാത്രിയിലും ഒക്കെ പ്രാർത്ഥിച്ചു എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. പ്രാർത്ഥനയാണ് അടുത്തത് ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ശക്തി നൽകേണ്ടത്, ശക്തി നൽകുന്നത്. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്. തിന്മയ്ക്കെതിരെയുള്ള ശക്തിയിൽ നമ്മളെ കൂട്ടുപിടിക്കേണ്ടത് പ്രാർത്ഥനയായിരിക്കണം. മൂന്നാമതായിട്ട് കൗദാശിക ജീവിതവും അതോടൊപ്പം തന്നെ സഭയോടൊത്തായിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അനുദിനം കുർബാനയിൽ പങ്കെടുക്കുന്നവർ, ഈശോയെ സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള തിന്മകളെ അതിജീവിക്കാൻ സാധിക്കും. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതം സംഭവിക്കുന്നത് എന്താണ്? രാവിലെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കാൻ പറ്റുകയില്ല, വന്ന പള്ളിയിൽ പോകുകയാണെന്ന് നോക്കും. പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും നമ്മൾ പള്ളിയിൽ പോകുകയും കുർബാനയിൽ പങ്കെടുക്കുന്നതും മുടങ്ങുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ളവരിലാണ് കൂടുതലായിട്ട് തിന്മയുടേതായ ശക്തി വീഴാൻ സാധ്യതയുള്ളത്, തിന്മയുടേതായ പടുകുഴിയിലേക്ക് വീഴാൻ സാധ്യതയുള്ളത്, വിശ്വാസം കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ കൗദാശിക ജീവിതം, കുദാശ അനുകരണത്തിലൂടെ, ആരാധനയിൽ പങ്കെടുക്കുന്നത് കൂടെ, പ്രാർത്ഥനയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കും, തിന്മയ്ക്കെതിരെ പോരാടാൻ സാധിക്കും. സാമൂഹിക ജീവിതത്തിലൂടെ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, സാമൂഹിക ജീവിതത്തിലൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ഒരിക്കലും ഒറ്റപ്പെടാതെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരത്ത് പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം തിരുത്തുന്ന, വിശ്വാസത്തിൽ നമുക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ിലൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം തിന്മകൾക്കെതിരെ പോരാടാനും സാധിക്കും. ഒരു കൊച്ചു അനുഭവം കൂടെ പറഞ്ഞ്, കഥയോടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കറിയാം, നിങ്ങളൊക്കെ കേട്ടുള്ളതായിരിക്കാം, വടക്കേ ഇന്ത്യയിൽ ഒരു പ്രാവശ്യം ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂള്, ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. അവിടെയുള്ളവരെല്ലാവരും കൂടെ എല്ലാ വർഷവും സ്കൂൾ വാർഷികങ്ങൾ ഒന്നിച്ച് വരാറുണ്ട്. സ്കൂൾ വാർഷികം ഒന്നിച്ച് വരുന്നു. അപ്പോൾ അവരുടേതായ രീതിയിൽ ഉള്ള മത്സരങ്ങൾ, വ്യത്യസ്തമായ സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങൾ, അവിടുത്തെ കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ, ഓട്ട മത്സരം, ചാട്ട മത്സരം, അതോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങൾ. അപ്പോൾ 100 മീറ്റർ ഓട്ടത്തിന് വേണ്ടി ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുകയാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾ നമുക്കറിയാം, നമ്മളെപ്പോലെ ഓടാനോ ചാടാനോ സാധിക്കുകയില്ല. അവർക്ക് മനസ്സിലാക്കാൻ അല്പം കുറവാണ്, ബുദ്ധിശക്തി കുറവായതുകൊണ്ട് ടീച്ചേഴ്സെല്ലാം കൃത്യമായി പറയുകയാണ്, 100 മീറ്റർ ഓട്ടത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ്. നിങ്ങളുടെ ട്രാക്കുണ്ട്, വിസിലടിക്കുമ്പോൾ നിങ്ങളുടെ ട്രാക്കിൽ കൂടെ തന്നെ നിങ്ങൾ ഓടണം, ആദ്യമേ എത്തുന്നവർക്കാണ് സമ്മാനം ലഭിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യമേ ട്രാക്കിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാ ട്രാക്കിൻ്റെ അവസാനം ഓരോ ടീച്ചേഴ്സ് നിൽപ്പുണ്ട്. ഇവിടുന്ന് സാറ് ഉപദേശിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഇവിടുന്ന് വിസിലടിക്കും, ഓടണം, ആദ്യം പോയി നിങ്ങളുടെ ട്രാക്കിന് നിങ്ങൾ നേരെ നിൽക്കുന്ന ടീച്ചറിനെ ആര് തൊടുന്നു അവർക്കാണ് സമ്മാനം എന്ന് പറയുകയാണ്. എല്ലാവർക്കും കൂടി ചോദിച്ചു, മനസ്സിലായി എന്ന് പറയുകയാണ്. ഞങ്ങളെല്ലാവരും പുറത്തിരുന്ന് കൈയടിക്കുകയാണ്, ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വ്യത്യസ്തമായ സ്കൂളിൽ നിന്നുള്ളവരാണ് ഓടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്. വിസിലടിച്ചു, ഇവരെല്ലാവരും കൂടി ഓടുകയാണ്. ഓടി പകുതിയായപ്പോൾ അതിനകത്ത് ഒരു കൊച്ചു വീട് പോവുകയാണ്. നമുക്കറിയാം, അവർക്ക് ഓടാനുള്ള ശക്തിയൊന്നുമില്ല, നമ്മൾ ഓടാൻ സാധിക്കില്ല. ഒരു കൊച്ചു വീഴുകയാണ്. തൊട്ട് അടുത്ത് ട്രാക്കിൽ ഓടിയിരുന്ന കൊച്ച് തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോൾ തൻ്റെ കൂട്ടത്തിൽ ഓടിയൊരു കൊച്ച് വീണിരിക്കുകയാണ്. അവൻ തിരിച്ചു വന്ന് അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ തൊട്ടടുത്ത ട്രാക്കിൽ നോക്കുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വരുന്നു, ഒരാളെ വീടവനെ എഴുന്നേൽപ്പിക്കുന്നു, അവനും തിരിച്ചു വരികയാണ്. അങ്ങനെ ഓടിയിരുന്ന 7 പേരും തിരിച്ചു വന്ന് വീടവനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഒന്നിച്ച് കൈപിടിച്ച് ഓടുകയാണ്. ഞങ്ങളെല്ലാവരും കൈയടി നിർത്തി, കാരണം ഓട്ട മത്സരമാണ്. വെള്ളം നിർത്തിയ ശേഷം തിരിച്ചു വന്ന് കൈയും പിടിച്ച് ഒന്നിച്ചാണ് ഓടുന്നത്. സമ്മാനം കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. അതിനുശേഷം ആ മത്സരം ക്യാൻസൽ ചെയ്തതിനു ശേഷം വീണ്ടും മത്സരം നടത്തി. പക്ഷേ അവർ നൽകിയ മനോഹരമായ സന്ദേശമുണ്ട്. ഈ യാത്രയിൽ വീണ് കിടക്കുന്നവന്, തിന്മയിൽ വീഴാൻ സാധ്യതയുണ്ട്, തിന്മയിൽ വീണടക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാം, ഒന്നിച്ച് യാത്ര ചെയ്യാം, ഒന്നിച്ച് ആ ഫിനിഷിംഗ് പോയിന്റിൽ, സ്വർഗമാകുന്ന ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നിച്ചെത്തുവാൻ വേണ്ടി നമുക്ക് യാത്ര ചെയ്യണം. അതായിരിക്കണം തിന്മയ്ക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ജാഗ്രത പുലർത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ കൗദാശിക ജീവിതത്തിൽ, കുദാശ അനുകരണത്തിലൂടെ, അതോടൊപ്പം തന്നെ സാമൂഹിക ജീവിതത്തിൽ എല്ലാവരും ഒന്നിച്ച് കൈപിടിച്ച് തിന്മയ്ക്കെതിരെ പോരാടണം. തിന്മയ്ക്കെതിരെ പോരാടി ഒന്നിച്ച് സ്വർഗത്തിലെത്തണം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം അത് സഭയിൽ തുടക്കം മുതലുള്ളതാണ്. പഴയ നിയമ കാലഘട്ടം മുതലേ ഉള്ളതാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കഥ അതാണ് ഇന്നും തുടരുന്നത്. നമുക്ക് ദാവീദുമാരാകാം. ഈ ഗോലിയാത്തിനെതിരെയുള്ള പോരാട്ടം നമുക്ക് തുടരാം. വിശ്വാസത്തിൽ വളർന്ന് യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായി തീരുവാൻ വേണ്ടി ഈ പോരാട്ടം നമുക്ക് തുടരണം. ദൈവത്തിൻ്റെ കരം പിടിച്ച് പ്രാർത്ഥനയുടെ ശക്തിയാൽ നമുക്ക് ഈ പോരാട്ടം തുടരാം. അതിനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രിയ കടുകുമണി കൂട്ടുകാരെ, നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നാം കാണുന്നത് തിന്മയുടെ അതിപ്രസരമാണ്. തിന്മയെ നന്മ കൊണ്ട് എങ്ങനെ ജയിക്കാം എന്നതാണ് ഈ ക്ലാസ്സിൽ നാം പഠിച്ചത്.
തിന്മയുടെയും നന്മയുടെയും പോരാട്ടത്തെ നാം ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ആ ഒരു പോരാട്ടത്തോടാണ് ഉപമിച്ചത്. അതെന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അപ്പം ഈ തിന്മയെ നേരിടുവാൻ നാം കുറെ ആധ്യാത്മികമായ സമരായുധങ്ങൾ സ്വീകരിക്കണം എന്നാണ് വിശുദ്ധ പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നോ? സത്യം കൊണ്ട് അരമുറുക്കി, സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം അണിഞ്ഞു, നീതിയുടെ കവചം ധരിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ പരിച, വിശ്വാസത്തിന്റെ പരിച സ്വീകരിച്ചുകൊണ്ട്, സമാധാനത്തിന്റെ പാദരക്ഷ, സമാധാനത്തിന്റെ പാദരക്ഷ അണിഞ്ഞുകൊണ്ട്, രക്ഷയുടെ പടത്തൊപ്പി, രക്ഷയുടെ പടത്തൊപ്പി സ്വീകരിച്ചുകൊണ്ട്, ദൈവവചനമാകുന്ന വാൾ, ദൈവവചനമാകുന്ന വാൾ. വിശുദ്ധ പൗലോസ് ലീഹ ഉപദേശിച്ചു തന്ന ഈ സമരായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ നമുക്കും പോരാടാം. തിന്മയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഈ ക്ലാസ് പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം, പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.